ഹായ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹാൻഡ് എംബ്രോയിഡറി. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ 3D എഫക്റ്റിൽ വരുന്ന ഒരു റോസ് ബഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 സ്റ്റാൻഡ്സ് പിങ്ക് കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളിതാ ഇതുപോലെ റോസ് ബഡിൻ്റെ പെറ്റൽ വരുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റായും നമ്മളിവിടെ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് ലോങ് ആൻഡ് ഷോർട്ട് സാറ്റിൻ സ്റ്റിച്ച്. അപ്പം ആ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഈ പെറ്റൽ വരുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് ആ ഷേപ്പ് വരുന്ന രീതിയിൽ എങ്ങനെയാണോ നീഡിലിൻ്റെ പൊസിഷൻ വരുന്നത് എന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കി ഇതാ ഇതുപോലെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള പെറ്റലും ഇതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതാ ഇനി നമ്മൾ റോസ് ബഡിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ചെറിയ ചെറിയ ബുള്ളിയൻ നോട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ബുള്ളിയൻ നോട്ട് ചെയ്തെടുത്തിട്ട് ഒരു ചെറിയ കുഞ്ഞു ഫ്ലവറിൻ്റെ രൂപത്തിലാക്കി എടുക്കണം. ഇതാ ഇങ്ങനെ ഫസ്റ്റ് ഇതാ നമ്മളൊരു ബുള്ളിയൻ ചെയ്തു. വീണ്ടും നമ്മൾ അതിൻ്റെ സൈഡിലായി വീണ്ടും ചെയ്തു. വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വീണ്ടും ബുള്ളിയൻ നോട്ട് ചെയ്യുക. അങ്ങനെ ഒരു 2-3 ലെയർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക. അപ്പം ഇത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ദാ ചെറിയൊരു റോസാപ്പൂവിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും നമുക്ക്. ശേഷം നമ്മൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് കാസ്റ്റ് ഓൺ സ്റ്റിച്ചാണ്. അപ്പം ഇതുപോലെ നമ്മൾ ചെയ്ത ബാക്കി വരുന്ന ഈ പോർഷന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ കാസ്റ്റ് ഓൺ സ്റ്റിച്ച് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക 3 ഭാഗത്തും. ഈ കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് 3 സ്റ്റാൻഡ്സ് ത്രെഡാണ്. ഇതുപോലെ ഈ സ്ഥലത്തൊക്കെ നമ്മൾ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഈ പോർഷനാണ്. ഈ പോർഷനും നമ്മൾ ഗ്രീൻ ത്രെഡ് വെച്ചിട്ട് പിന്നെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പോർഷനും നല്ല നീറ്റായിട്ട് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് ബാക്കി വരുന്ന ഈ ഭാഗങ്ങളും മൊത്തം നമുക്ക് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോർഷൻ ഒന്ന് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പാഡഡ് സാറ്റിൻ സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പാഡിങ്ങിന് വേണ്ടിയിട്ട് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് നമ്മൾ 2 സ്ട്രാൻഡ്സ് എടുത്തിട്ട് നമ്മൾ ചെയ്യാണ്. അങ്ങനെ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഇങ്ങനെ ഈ ഒരു പോർഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ശേഷം നമ്മൾ വെർട്ടിക്കലായിട്ട് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുക. വെർട്ടിക്കൽ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിന് മേലെ നമ്മൾ വീണ്ടും ഹൊറിസോണ്ടലായിട്ട് ഒരു ലെയറും കൂടെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ഹൊറിസോണ്ടലി സാറ്റിൻ സ്റ്റിച്ച്
നല്ല രീതിയിൽ ചെയ്തെടുക്കുക. നമുക്ക് നല്ലൊരു ഒരു പോർഷനിൽ അതേ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ ഒരുവിധം നമ്മളെ ഫ്ലവറിൻ്റെ ഭാഗങ്ങളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ന് നോക്കാം. അതിൽ ഈ ഒരു പോർഷൻ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വീഡിയോ ഓണാക്കാൻ മറന്നു പോയ കാരണം നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് പറയാം. ഒരു ലോങ് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പെറ്റൽ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.